പ്രിയപ്പെട്ട അധ്യാപകരെ, സമഗ്രയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ലോഗിൻ ID കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. മുകളിൽ കാണുന്ന റെഡ് ഐക്കണിൽ ലോഗിൻ ഓപ്ഷൻ കാണാം. അവിടെ ലോഗിൻ ചെയ്യാം. യൂസർ ID ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് അടിക്കുക, പിന്നീട് ആ ക്യാപ്ച കോഡ് കൂടി അടിച്ച് ലോഗിൻ ചെയ്യുക. സമ്പൂർണ്ണ ലോഗിൻ വേണമെന്നില്ല. അതിനുശേഷം തുടർന്ന് വരുന്ന ഇതിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ കൊടുക്കുക. സ്ലോ ആയിരിക്കും ആപ്ലിക്കേഷൻ, അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിടുന്നത് തന്നെയാണ് നല്ലത്. ഇനി തുടർന്ന് വരുന്നതിൽ മീഡിയം ക്ലാസ് ശേഷം നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ യൂണിറ്റുകളുടെ പേരുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകുക. അതിനുശേഷം ക്രിയേറ്റ് ടീച്ചിങ് പ്ലാൻ വിത്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ആവശ്യമുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ് നമുക്ക് സെലക്ട് ചെയ്യാം. 1 2 അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്ര സെലക്ട് ചെയ്ത് വെക്കുക. അതിന് ആപ്റ്റായിട്ടുള്ള നമ്മുടെ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഡിവിഷനിലേക്കാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് അത് ഇന്ന് മുതൽ ബാക്കി ഏത് ദിവസത്തേക്കും നമുക്ക് ഇടാം. ഇന്നലെ എടുത്ത ക്ലാസ്സിന് ഇന്ന് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനനുസരിച്ച് ഡേറ്റ് കൊടുക്കുക. പ്രയോറിറ്റി നമ്പർ ഞാൻ സാധാരണ 1 2 3 അങ്ങനെയാണ് കൊടുക്കാറ് ഓരോ ക്ലാസ്സിനും ഒരു ദിവസത്തെ. പിന്നെ മൈക്രോ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേര് ടൈപ്പ് ചെയ്യാം. അതിന് ആപ്റ്റായിട്ടുള്ള നമ്മുടെ ക്ലാസ് ഏതാണോ നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിനൊന്ന് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി സ്റ്റെപ്സ് സാധാരണ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ആക്ടിവിറ്റി സ്റ്റെപ്സ് അവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം നമുക്ക് റിസോഴ്സ് പാനൽ കാണാം താഴെ, ആഡ് റിസോഴ്സ് ഫ്രം റൈറ്റ് പാനൽ. അപ്പോൾ താഴെ കാണുന്ന ഐക്കൺസ് ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് ഉണ്ടാകും, ഓഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫോട്ടോസ്. അതിൽ ഓരോന്നിലും ടൈപ്പ് ചെയ്ത് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന്. ആവശ്യമുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ താഴെ ചെന്ന് ക്ലോസ് ചെയ്യാം. മുകളിലൊരു ക്ലോസ് ഐക്കൺ ഉണ്ട്, അതിൽ കൂടുതൽ നല്ലത് താഴെ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്, അവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കത് ആവശ്യമുള്ളതാണെങ്കിൽ ആ പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് അതിലേക്ക് ആഡ് ആയി പൊക്കോളും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം, അതും ഇതുപോലെ ക്ലോസ് ചെയ്യുക. നോക്കിയതിന് ശേഷം പ്രിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് വിടാം. അതിനുശേഷം പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, പിന്നെ PPT PDF അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതാ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് ചെയ്ത് വിടാം. അസസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ക്ലാസ്സിലേക്കെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പുതിയത് വന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറവായിരിക്കും കാണുക. പഴയ ടെക്സ്റ്റ് ബുക്കുകളുടെ, അതായത് 5, 7, 9 ക്ലാസ്സുകളുടെയൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ഇനി ഇതിൽ നമുക്ക് അതർ റിസോഴ്സസ് നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ റിസോഴ്സസ്, അത് നമുക്ക് സെലക്ട് ചെയ്യാം, ടിക്ക് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ നമുക്ക് ആ ലെസണോടനുബന്ധിച്ച് വരുന്ന ഐഡിയാസോ വാല്യൂസോ അതൊക്കെയാണ് നമ്മൾ സാധാരണ ആഡ് ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഒരു അസസ്മെൻറ്റ്, ക്ലാസ്സിലേക്ക് വേണ്ട ഒരു അസസ്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അവിടെ വേണമെങ്കിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് തന്നെ നമുക്കൊരു അസസ്മെൻറ്റ് കൊടുക്കാം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ നമുക്ക് CWSN കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് കൊടുക്കുക. അത്രയും ചെയ്തതിന് ശേഷം നമുക്ക്
സേവ് ഓപ്ഷൻ കൊടുക്കാം. ഇങ്ങനെ സേവ് ചെയ്തിടാം. നമുക്ക് ചെയ്യുന്ന ഓരോ ടീച്ചിങ് മാനുവൽസും നമുക്ക് സേവ് ചെയ്തിടാവുന്നതാണ് സമഗ്രയുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ. അതിനുശേഷം ആ സബ്മിറ്റ് ബട്ടൺ കണ്ടോ, ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്താലാണ് അത് HMന് സബ്മിറ്റ് ആവുള്ളൂ, അപ്രൂവലിന് വേണ്ടി. ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതേ ലെസൺ പ്ലാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ക്ലാസ്സിന്, അതേ ക്ലാസ്സിൻ്റെ മറ്റ് ഡിവിഷനുകളിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ മാറ്റം വരുത്തേണ്ടത് യൂസ് ദിസ് കൊടുത്തു കഴിഞ്ഞ ശേഷം വേറെ ഡിവിഷൻ ഓപ്ഷൻ കൊടുക്കുക. അവിടെ മൈക്രോ പ്ലാൻ്റെ നെയിം ഒന്ന് അതുപോലെ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആഡ് ചെയ്ത റിസോഴ്സുകൾ മാത്രം മാറിപ്പോയിട്ടുണ്ടാവും. അതും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. വീണ്ടും നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത എല്ലാ ടീച്ചിങ് മാനുവൽസും ഇവിടെ കാണാം. ഇതും നമുക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് വീണ്ടും അതൊന്ന് യൂസ് ദിസ് DM ഫോർ അനദർ ഡിവിഷൻ കൊടുക്കാം. ഇവിടെ മുകളിൽ നമുക്ക് നോക്കിയാൽ പെൻഡിങ് സബ്മിഷൻ കാണാം, അവൈറ്റിംഗ് അപ്രൂവൽ. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൈറ്റിംഗ് അപ്രൂവൽ അത് കാണാം. ഈ ടീച്ചിങ് മാനുവൽ പെൻഡിങ് സബ്മിഷൻ ഇപ്പം നമ്മൾ ചെയ്തിട്ടതാണ്, സേവ് ചെയ്തിട്ടതാണ്. ഇനി നമ്മുടെ ടീച്ചിങ് മാനുവൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന അപ്രൂവ്ഡ് DM അതിൽ കാണാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.